ഹലോ ഫ്രണ്ട്സ്, ഞാൻ റെഡി വിത്ത് മീ. പ്രത്യേകിച്ചൊന്നുമില്ല. ഞാൻ ഡ്രസ്സ് ചേഞ്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളൊരു വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഞാൻ പൗഡറും മേക്കപ്പും ഒന്നും ചെയ്യാറില്ല. സാധാ ഒരു ഐലൈനർ മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ. ചിലപ്പോഴൊക്കെ തോന്നുവാണെങ്കിൽ മാത്രം മോയ്സ്ചറൈസറും ഫൗണ്ടേഷനും ഇടാറുണ്ട്. പിന്നെ ഫേസിൽ എന്തായിട്ടും ഞാൻ സെറം യൂസ് ചെയ്യാറുണ്ട്, ഡെർമോക്കിൻ്റെ. അത് യൂസ് ചെയ്യുന്നതിന് ശേഷം എനിക്ക് ഫേസ് നല്ല വൈറ്റ് കളറായിട്ട് തോന്നുന്നുണ്ട്. അതായത് എൻ്റെ ഡാർക്ക്നെസ്സൊക്കെ മാറി നല്ലൊരു ഫേസിന് നല്ലൊരു ഭംഗി തോന്നിയിട്ടുണ്ട്. ഇത് സാധാ ഒരു ഐലൈനറാണ്. ഞാനിതാണ് യൂസ് ചെയ്യുന്നത്. ഇതൊരു ഷോപ്പിൽ പോയപ്പം അവിടെ നിന്ന് മേടിച്ചതാണ്. എൻ്റെ മുഖത്തൊക്കെ ഡാർക്ക് സ്പോട്ടുണ്ട്, അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റണം. ഞാൻ മുന്നേ ഇതൊക്കെ മാറ്റിയിട്ടുണ്ടായിരുന്നു ഹോസ്പിറ്റലിലൊക്കെ പോയിട്ട്. അത് പിന്നെയും അതുപോലെയുള്ള ഡാർക്ക്നെസ്സൊക്കെ സ്പോട്ട് വന്നിട്ടുണ്ട് ഫേസിൽ. സെറം യൂസ് ചെയ്യുന്നതുകൊണ്ട് മുഖത്തുള്ള ഓവറായിട്ടുള്ള ഡാർക്ക്നെസ് കുറഞ്ഞു കിട്ടി. നല്ല രീതിക്ക് ഐലൈനർ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ്. പ്രത്യേകിച്ച് ഒരുപാട് മേക്കപ്പും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു വീഡിയോ ഞാൻ പിന്നീട് ഇടുന്നതായിരിക്കും. അപ്പോൾ എൻ്റെ ഗെറ്റ് റെഡി വിത്ത് മീ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇതുപോലെയുള്ള വീഡിയോസൊക്കെ ഇനിയുണ്ടാവും. അതുപോലെ തന്നെ എന്നെയും ഇത് കന്യാകുമാരി പോയപ്പോൾ മേടിച്ച വളയാണ് കേട്ടോ, മെറ്റലിൻ്റെ വളയാണ്. എനിക്കത് ഇഷ്ടപ്പെട്ടു ഒരുപാട്. ഞാൻ വളയും മാലയൊന്നും ഇപ്പോൾ കുറേ കാലമായിട്ട് യൂസ് ചെയ്യാതെ എനിക്ക് വരുന്നു. എനിക്ക് അതിനോടൊന്നും ഇൻട്രസ്റ്റ് ഇല്ല പൊതുവെ. പിന്നെ എല്ലാവരും ചെയ്യുന്നതുകൊണ്ട് ഞാനിപ്പോൾ ചെയ്യുന്നതെന്നേ ഉള്ളൂ. ഇത് വാച്ചാണ് അവിടെ നിന്ന് മേടിച്ചത്. നല്ലൊരു അടിപൊളി വാച്ചാണ്. വാച്ചും ഇതേപോലെ തന്നെ ഞാൻ യൂസ് ചെയ്യാറില്ല. എനിക്ക് അലർജിയൊക്കെ വരും വാച്ച് യൂസ് ചെയ്താൽ. പിന്നെ വെറുതെ നിങ്ങളെ ഒന്ന് കാണിക്കാൻ വേണ്ടി വാച്ച് കിട്ടിയതേ ഉള്ളൂ. അപ്പോൾ എന്തായാലും എൻ്റെ ഗെറ്റ് റെഡി വിത്ത് മീ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും വീണ്ടും കാണുന്നവരേക്കും ടാറ്റാ.